ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. KCB മസ്ദൂർ നോട്ടിഫിക്കേഷൻ വന്ന വരെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കാര്യം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മാസ്റ്റർ കി അക്കാഡമിയിൽ നിന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷനും സാലറി സ്കെയിലും അതുപോലെ തന്നെ എക്സാം ഡേറ്റും ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതിയും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വീഡിയോ. എന്താണ്? KCB മസ്ദൂർ പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് സിലബസ് അല്ലേ, ഏത് സിലബസ് വരാനാണ് സാധ്യത, അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 985 അല്ലെ, ഒരു മാസ് വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണ് KCB മസ്ദൂർ. ഓക്കെ ആണല്ലോ. ക്വാളിഫിക്കേഷൻ വരുന്ന അറിയാം, 10th പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ IT അല്ലേ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. പോസ്റ്റിൽ കയറാൻ കഴിയണം. അതുപോലെ തന്നെ ഹൈറ്റും വിഷനും ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് അതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, KCB മസ്ദൂർ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റൂ. ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി എന്നാണ്? ജൂൺ 3. ഓക്കെ ആണല്ലോ. കാറ്റഗറി നമ്പർ 21/2026 KCB മസ്ദൂർ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏത് സിലബസ് പ്രകാരമായിരിക്കും ഈ ഒരു എക്സാം നടക്കുക. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ജനറൽ PSC എക്സാം അല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ GK അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളല്ല ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഇതൊരു ടെക്നിക്കൽ സൈഡ് എക്സാം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സിലബസ് വരാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ഈ പോസ്റ്റ് ഇതേപോലെ പോസ്റ്റിൽ ഇതിനു മുമ്പ് നടന്ന എക്സാമിൻ്റെ സിലബസ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽഡ് സിലബസ് അല്ലേ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലൈൻമാൻ PWD കണ്ടോ, ഇലക്ട്രിക്കൽ വിങ്. അത് മാത്രമല്ല ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ KCMMF ലിമിറ്റഡ് കണ്ടോ, ഈ 2 പോസ്റ്റിലേക്കുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണിത്. അപ്പോൾ നമ്മുടെ KCB മസ്ദൂർ തസ്തികയ്ക്ക് കൃത്യമായിട്ട് ആ സ്വഭാവത്തിലുള്ള പോസ്റ്റ് തന്നെയാണ് ഈ 2 പോസ്റ്റ്. PWയുടെ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കും അതുപോലെ തന്നെ KCMMFലെ ഇലക്ട്രീഷ്യനും വേണ്ടിയിട്ടുള്ള എക്സാം നടത്തി. അപ്പോൾ ആ സിലബസ് തന്നെ ആയിരിക്കും ഇനി വരുന്ന KCB മസ്ദൂർ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് വരും, അതിനു മുമ്പ് നമുക്ക് കൃത്യമായിട്ട് ഈ എക്സ്പെക്റ്റഡ് സിലബസ് വെച്ച് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ ആണല്ലോ. അതിൻ്റെ അകത്ത് 10 മൊഡ്യൂളാണുള്ളത്. ടോട്ടൽ 10 മൊഡ്യൂളാണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതമാണ് എക്സാം ക്വസ്റ്റ്യനും വരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ടോട്ടൽ 10 മൊഡ്യൂള്, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യം വരും. ഓക്കെ ആണല്ലോ. ടോട്ടൽ മാർക്ക് വരുന്ന എത്രയാണ്? 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ മൊഡ്യൂൾ 10 മാർക്കിനാണ്. ബേസിക് ഇലക്ട്രിസിറ്റി ആണ് പറയുന്നത്. ഏതാണ് പറയുന്നത്? ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. നോക്കി, ബേസിക് ഇലക്ട്രിസിറ്റിയിൽ ഏതൊക്കെയാണ് ടോപ്പിക് വരുന്നത്? ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലെക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്രയും ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യമാണ് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ മൊഡ്യൂൾ 10 മാർക്കിനാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്താണ്? ഓംസ് ലോ ആണ്. എന്താണ്? ഓംസ് ലോ. നോക്കി, ഓംസ് ലോ, കിർക്കോഫ് ലോ, effects of variation of temperature on resistance, chemical effect of electric current, loss of resistance, different types of cells, grouping of cells, care and maintenance of cell, buckling, sedimentation. ഇത്രയും ടോപ്പിക്കാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും. ഏതാണ്? ഓംസ് ലോയിൽ നിന്നും വന്നിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്കാണ് ഓംസ് ലോയിൽ നിന്നും വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കാം നമുക്ക്. മൂന്നാമത്തെ മൊഡ്യൂൾ ഏതാണ്? മാഗ്നറ്റിസം ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ ഏതാണ്? മാഗ്നറ്റിസം ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ. നോക്കി, അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? മാഗ്നറ്റിസം ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇലക്ട്രോമാഗ്നറ്റിസം,
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂള്, MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, റെലുക്റ്റൻസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസ് ലോ, കപ്പാസിറ്റർ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് തുടങ്ങിയ ടോപ്പിക്കാണ് മൂന്നാമത്തെ മൊഡ്യൂളായ മാഗ്നറ്റിസത്തിൽ നിന്നും വന്നിരിക്കുന്നത്. ഇതും 10 മാർക്കിന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ, 10 മാർക്കിനായിരിക്കും മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ചോദ്യം വരുന്നത്. ഇനി 4ാമത്തെ മൊഡ്യൂൾ നോക്കാം. 4ാമത്തെ മൊഡ്യൂൾ ശ്രദ്ധിച്ചേ. 4ാമത്തെ മൊഡ്യൂൾ ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് ആണ് 4ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. ശ്രദ്ധിക്കാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്. അതിൽ ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എർത്തിങ്, ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ ഗ്രേഡിംഗ് ഓഫ് കേബിൾ ആൻഡ് വയേഴ്സ്, കറണ്ട് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗർ തുടങ്ങിയ ടോപ്പിക്കാണ് 4ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 5ാമത്തെ മൊഡ്യൂൾ നോക്കാം. ശ്രദ്ധിച്ചേ, എന്താണ്? DC മെഷീൻ ആണ്. ഏതാണ്? DC മെഷീൻ. നോക്കി, DC ജനറേറ്റേഴ്സ് ആൻഡ് ടൈപ്പ്, EMF ഇക്വേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ, അതുപോലെ തന്നെ DC മോട്ടോഴ്സ് ആൻഡ് ടൈപ്പ്, സ്റ്റാർട്ടേഴ്സ് 3 പോയിന്റ്, 4 പോയിന്റ് ആൻഡ് സ്പീഡ് കൺട്രോൾ മെഷീൻസ്. ഇത്രയും ടോപ്പിക്കാണ് 5ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഓക്കെ ആണല്ലോ. 6ാമത്തെ മൊഡ്യൂൾ ഏതാണ്? AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ്. AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ് ആണ് 6ാമത്തെ മൊഡ്യൂൾ. അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്? AC മോട്ടോഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ്, DOL, സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, AC മോട്ടോർ പാനൽ, വയറിംഗ്, ഫേസ് സീക്വൻസ് തുടങ്ങിയ ടോപ്പിക്കാണ് 6ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 7ാമത്തെ മൊഡ്യൂൾ നോക്കാം നമുക്ക്. അടുത്ത 7ാമത്തെ മൊഡ്യൂൾ ഏതാണ്? ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ് 7ാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിൻ്റെ അകത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻഡിക്കേഷൻ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്സ്, കൺട്രോളിംഗ് ടോർക്യൂ ആൻഡ് ഡാമ്പിംഗ് ടോർക്യൂ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, കൂളിംഗ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, ഇങ്ങനെ തുടങ്ങിയ ടോപ്പിക്കുകളാണ് എവിടെ വരുന്നത്? 7ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. ഇനി 8ാമത്തെ മൊഡ്യൂൾ നോക്കിയാലോ. ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഏതൊക്കെയാണ്? ഇലൂമിനേഷൻ, ലോസ് ഓഫ് ഇലൂമിനേഷൻ, ടൈപ്സ് ഓഫ് ലാമ്പ്, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, സെമി കണ്ടക്ടർ, P ടൈപ്പ്, N ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ. ഇത്രയും ടോപ്പിക്കാണ് 8ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. നോക്കി, അടുത്ത 9ാമത്തെ മൊഡ്യൂളാണ് പവർ ജനറേഷൻ. ഏതാണ്? പവർ ജനറേഷൻ. അതിൻ്റെ അകത്ത് വരുന്ന ഏതൊക്കെയാണ്? ജനറേഷൻ, സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ തുടങ്ങിയ സിമ്പിൾ ടോപ്പിക്കാണ് എവിടെ വരുന്നത്? 9ാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതും 10 മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത്. അടുത്ത 10ാമത്തെ മൊഡ്യൂൾ ഏതാണ്? ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ അല്ലേ? ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC. ACയും DCയും തമ്മിലുള്ള കമ്പാരിസണും ട്രാൻസ്മിഷനും. കണ്ടോ? കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് 100 മാർക്കിന്റെ ചോദ്യം വരുന്നത്. 10 മൊഡ്യൂളിൽ നിന്നും 100 മാർക്ക് അല്ലേ? ഒരു മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക്. അങ്ങനെ 100 മാർക്കിന്റെ ചോദ്യമാണ് KSEB മസ്ദൂർ ഇലക്ട്രിക്കൽ വർക്കർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇത് എക്സ്പെക്റ്റഡ് സിലബസ് മാത്രമാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ സിലബസ് പ്രകാരമാണ് ഞങ്ങളുടെ ക്ലാസ് ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ച്, KSEB മസ്ദൂറിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇനി ഒട്ടും സമയം കളയണ്ട, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന് ഉറപ്പായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നിടം വരെ ബൈ.